വാട്സപ്പും അതുപോലെ ഇൻ്റർനെറ്റും ഒന്നും ഇല്ലാഞ്ഞ കാലത്തെ മനോരമ ലേഖകൻ കടലിൽ വന്ന് എൻ്റെ കൂടെ വള്ളത്തിൽ അവിടുന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി, അസ്തമിച്ച് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, കടലിൽ ഞാൻ വെഞ്ചിരിക്കുന്ന ഫോട്ടോ. അത്രയും ജനങ്ങൾ ഇങ്ങനെ പെരുവെള്ളം പോലെ കരക്ക് നിൽക്കുകയാണ്. എന്നിട്ട് വേറൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് വേറൊരു വള്ളം അറേഞ്ച് ചെയ്തിട്ട് ആ വള്ളത്തിൽ ഒരു 100-200 അടി കരയിലോട്ട് സഞ്ചരിച്ചാണ് ഈ വള്ളം മുട്ടിച്ചിട്ട് അവിടെ നിന്ന് ആലപ്പുഴ കൊണ്ടുപോയി ആ ഫോട്ടോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫോട്ടോ ആണ് പഴയ, അത് കഴുകി അതിന് ശേഷം പിന്നെ ഒരു ബൈക്കിന് പത്രം പ്രിൻ്റ് ചെയ്യുന്നതിന് മുമ്പ് കോട്ടയത്ത് എത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ മനോരമ നേരിട്ട് ചെയ്ത ഒരു വിഷയമാണത്. ഹിന്ദു പത്രം അത് ചെയ്തായിരുന്നു. അത് തന്നെ ഫ്രണ്ട് പേജിൽ അവർ കോളം എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാവും ആ ശുശ്രൂഷ എന്തുമാത്രം മനോഹരമാണെന്ന്. ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത് കടലോര ഇരമ്പി നിൽക്കുന്ന ഒരു കാലം പെട്ടെന്ന് എനിക്കൊരു ട്രാൻസ്ഫർ വന്നപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഒരു ജപമാലയുടെ ഒരു പ്രോസസ്സുണ്ട്, അത് ഞാൻ പിന്നെ വേറൊരു ദിവസം പറയാം. കാര്യം എനിക്ക് പറയാനുള്ള ഇതാണ്, എൻ്റെ മക്കളെ ഏത് ഒരു വെല്ലുവിളിയുടെ വക്കിലാണ് നീ നിൽക്കണത്. ഇപ്പം നമ്മൾ ചില ബുക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്, റെഡ് ബുക്സ് എന്ന് പറയും. റെഡ് ബുക്സ് എന്ന് പറയുന്നത് എന്താണ്? അത് സാധാരണ റെഡ് ബുക്സ് ഇറക്കണത് നാഷണൽ ജിയോഗ്രഫിയാണ്. കാരണം ഈ ആമസോണിലൊക്കെ ലിവിങ് ഓൺ ദി എഡ്ജായിട്ട് ജീവിക്കുന്ന കുറേ ജീവികളുണ്ടാവും. ഇപ്പം ബ്ലാക്ക് ഓൾ അത് ലിവിങ് ഓൺ ദി എഡ്ജാണ്, അതായത് കരിമുങ്ങ, അങ്ങനെ സാധനം ഇല്ല, 1-2 ലോകത്തുള്ളൂ ഇപ്പോൾ. അതുപോലെ ഇങ്ങനെ ഇതാണ് ഡാറ്റ റെഡ് ബുക്ക് എന്ന് പറയണത്. ഇതുപോലെ ഒരു റെഡ് അലേർട്ട് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിച്ചോ. ചിലപ്പോൾ കടമാകാം, ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥയാകാം, ചിലപ്പോൾ മക്കൾ പടലപ്പിണങ്ങി, ചിലപ്പോൾ ഭാര്യ തൊഴുത്തിൽ കുത്തി, ഭർത്താവ് തൊഴുത്തിൽ കുത്തി, ഇങ്ങനെ ആകെപ്പാട് ചവിട്ടിക്കൂട്ടിട്ടിരിക്കണ ഒരു വല്ലാത്ത ഒരു പരിവാണെന്ന് വിചാരിച്ചോ. ഡോണ്ട് മൈൻഡ്, ബി വെയർ, ബി കറേജിയസ്. നീ ധൈര്യമായിട്ടിരിക്കുക. എന്താണ്? നിൻ്റെ കയ്യിൽ ജപമാല മതി. എൻ്റെ മക്കൾ ചെയ്യേണ്ടത്, ഞങ്ങൾ നിങ്ങളെ ശരിക്കും സഹായിക്കുന്നുണ്ട്. കാര്യം ജപമാലയുടെ ഓരോ രഹസ്യത്തിലും അച്ഛൻ്റെ ജപമാല പ്രഭാഷണം കയറ്റി ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ ജപമാല എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഏറ്റവും രസം, നമ്മളെ ഒരു ജപമാല ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏതാണ്ട് 275 15 285 ദൈവവചനങ്ങൾ ആണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അറ്റപ്പറ്റ 300 ദൈവവചനങ്ങളാണ് പറയണത്. 200, അതായത് എന്താ അതിൻ്റെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്മ നിറഞ്ഞ മറിയം എന്ന ആ ഒരു പ്രാർത്ഥനയിൽ തന്നെ ഫ്ലാറ്റായിട്ട് 5 ദൈവവചനമാണ്. ഈ നന്മ നിറഞ്ഞ മറിയാവുന്ന പ്രാർത്ഥന ഒരു ജപമാലയിൽ നമ്മൾ 50 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട്. അതിൻ്റെ ആമുഖ പ്രാർത്ഥന ഒഴിവാക്കിയാണ് ഞാൻ പറയണത്. 50 പ്രാവശ്യം 50 നന്മ നിറഞ്ഞ മറിയം ഒരു ജപമാലയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ 50 നന്മ നിറഞ്ഞ മറിയത്തിലും കൂടി 5 ദൈവവചനങ്ങൾ വെച്ചുണ്ട്. ദാറ്റ് മീൻസ് 5 25 250 ദൈവവചനങ്ങളാണ് നമ്മൾ ഒരു ജപമാലയിൽ നന്മ നിറഞ്ഞ മറിയത്തിൽ മാത്രം വൈ ദ റോസറി ഈസ് സോ പവർഫുൾ. അതാണ് ഞാൻ പറയണത്. നിങ്ങളുടെ കയ്യിലൊരു ആയുധം ഉള്ളപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ പവർ എന്താ, റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കാണുന്ന പ്രാർത്ഥനയെല്ലാം നിങ്ങൾ ജപമാലയെന്നും പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെയാണ് ഇപ്പോൾ നാശകോടാലി ആയിരിക്കണത്. കാര്യം ജപമാലക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് വെച്ചില്ലേ. ജപമാലക്ക് ഒരു കാലത്തും ആർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാത്താന് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ 50 വചനങ്ങൾ, അതായത് 250 ദൈവവചനങ്ങൾ ഈ ഒരു ജപമാല ചെല്ലുമ്പോൾ, ഒറ്റ ജപമാല സിംഗിൾ, അതായത് 53 മണി ജപം മാത്രം ചെല്ലുമ്പോൾ അതിലുണ്ട്. പിന്നെ എത്രയാണ്?
5 സ്വർഗസ്ഥനായ പിതാവില്ല, ആമുഖ സ്വർഗസ്ഥനായ പിതാവ് 3 ഒഴിവാക്കിയ 5 സ്വർഗസ്ഥനായ പിതാവിൽ എത്ര വചനമുണ്ട്? 5 25 വചനമുണ്ട്. 25. അപ്പോൾ 250 × 25 പ്ലസ് 25 275 ദൈവവചനമായോ? ഇനി ആമുഖത്തിലുള്ള ദൈവവചനം 15 മൻ പറഞ്ഞു പറയോ? അത് ഞാൻ 285ഓളം ദൈവവചനങ്ങൾ ഒരു ജപമാലയിൽ തന്നെ ഉണ്ട്. ഫണ്ടാസ്റ്റിക്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ ഇടയ്ക്കൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഈ മാസം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ കാര്യം എന്നറിയാമോ? നിങ്ങളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. പ്രത്യേകിച്ച് കരുണക്കൊന്ത ചൊല്ലി കരുണക്കൊന്ത ചൊല്ലിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ജപമാലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. കാര്യം കരുണക്കൊന്തയിലുള്ള എന്താണെന്ന് മനസ്സിലാക്കണം. ഇതിനകത്ത് 285 ദൈവവചനം ഉള്ളപ്പോൾ കരുണക്കൊന്തയിൽ എന്തുണ്ട്? ഒരു സ്വർഗസ്ഥനായ പറഞ്ഞറിയുണ്ട്. ബാക്കി അപ്പോൾ 10 വചനമേ ആയുള്ളൂ. ബാക്കിയുള്ള എന്താണ്? ഒരു സുഹൃത ജപമാണ്. പോളണ്ടിലെ ഒരു പുണ്യവതിയുടെ സുഹൃത ജപ പ്രാർത്ഥനയാണ്. അത് ഓപ്ഷണൽ കേസ് കേട്ടാണത്. അത് അവരുടെ വിശുദ്ധിയെക്കുറിച്ച് വിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പയ്ക്ക് നല്ല ബോധ്യം ഉണ്ടായതുകൊണ്ട് അവരെ വിശുദ്ധ തലത്തിലേക്ക് ആവശ്യമായ പ്രൊസീഡിങ്സ് കറക്റ്റായത് കാരണം അവർ ഉയർത്തി. പക്ഷെ നമ്മളിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അവരുടെ സുഹൃത ജപങ്ങളെ എടുത്തിട്ട് നമ്മൾ ഈശോമിശിഹായുടെ പീഡാനുഭവങ്ങൾ ഓർത്തുകൊണ്ട് എന്നോടും എൻ്റെ കുടുംബത്തോടും ലോകത്തോടും കരുണയുണ്ടാകണമെന്ന് നമ്മൾ 100 പ്രാവശ്യം പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 50 പ്രാവശ്യം പ്രാർത്ഥിക്കും. അതൊരു സുഹൃത ജപം. അതിനകത്ത് ഒരു ദൈവവചനവും ഇല്ല. ഒരു വ്യക്തിയുടെ സ്വകാര്യമായ പ്രാർത്ഥനാ വചനങ്ങളേ ഉള്ളൂ. വി ആർ നോട്ട് ബൗണ്ട് ടു സേ ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് റോസറി. വാട്ട് നോൺസെൻസ് ഇറ്റ് ഈസ്. നമുക്ക് ജപമാല എന്ന് പറയുന്ന 285 ദൈവവചനങ്ങൾ. നിങ്ങൾക്കറിയാമോ സപ്പോസ് എന്നാ പറഞ്ഞത്? സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. ഭയങ്കര രസമല്ലേ? റോമായണം 1:15 1:16. അതായത് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് വെച്ചാൽ എന്താണ് പ്രശ്നം എന്നറിയാവോ? ഈ സുവിശേഷത്തെക്കുറിച്ച് ഒരു മനുഷ്യനുണ്ടാകുന്ന ഉതപ്പ് അതിനെക്കുറിച്ച് ലജ്ജിക്കാനുള്ള സാധ്യതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷം എൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കും ഈ കാലത്തിനും പറ്റാത്തതാണ്. ഞാൻ വേറിട്ട ലൈൻ പിടിക്കണം. അത് എപ്പോഴും ഉണ്ടാവും. ഈ മുട്ടക്കടി കൊള്ളുമ്പോൾ സാധാരണ പ്രവാചകന്മാർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്. വിശപ്പ് അനുഭവിക്കുമ്പോഴും മുട്ടക്കടി കൊള്ളുമ്പോഴും പിന്നെ കുറച്ച് നല്ല പണം കയറി നല്ല അൾഫ് ഉണ്ടാകുമ്പോൾ മനുഷ്യനും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് യേശുവിനെ മാറ്റണോ, വേറിട്ട് വല്ല പരിപാടി തുടങ്ങണോ എന്നൊക്കെ. അതാണ് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നൊരു മനുഷ്യൻ പറയുന്നില്ലേ? ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രമൊക്കെ അണിഞ്ഞ് വെട്ടുക്കിളിയൊക്കെ കഴിച്ച് ഒരു ഭയങ്കര ഭക്തിയുടെ പരവേഷവും ഭയങ്കര പ്രവാചികമായിട്ടുള്ള ഒരു തീക്കല്ല് പോലത്തെ കണ്ണൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ബൈബിളിൽ ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ് എന്ന് പറയുന്നുണ്ട് ഇല്ലേ? 1:29 യോഹന്നാന്റെ സുവിശേഷം. വേറെ പൊട്ട ആ മനുഷ്യൻ തന്നെയാണ് മുട്ടകടി കൊള്ളുമ്പോഴും ജയിലിൽ പിടിച്ചിടുകയല്ലേ ഏറാദിവസം. അയാളെ പെണ്ണുമ്പിളൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാളെ പിടിച്ച് ജയിലിലിടും. ജയിലിട്ട് കഴിയുമ്പോൾ അവിടെ കിടന്ന് മൂട്ടകടി കൊള്ളും. എല്ലായിടത്തും മൂട്ട കയറി കടിക്കും, അസ്ഥാനത്തും കടിക്കും. പരുവക്കടായി പോകും. അപ്പോൾ പുള്ളിക്ക് വെളിവ് പോകും. വെളിവ് വെച്ചും പുള്ളി പറയും, വരാതിരിക്കണോ നീ തന്നെയാണോ? അതാണ് പ്രശ്നം. മത്തായിയുടെ സുവിശേഷത്തിൽ 11 അധ്യായം 3 തൊട്ടുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഈ മനുഷ്യനാണ് പറയണത്. ദിസ് ഈസ് ദ ലാം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ആള് സ്വന്തം ശിഷ്യന്മാർ യോഹന്നാനും യാക്കോബിനെയും കൂടെ വിട്ട ആളാണ് ഇപ്പം കള്ളന്മാർ ചവിട്ടണത്. അപ്പം ഇങ്ങനെ കള്ളന്മാർ ചവിട്ടണ പരിപാടിയൊക്കെ ഇതിനകത്ത് ഉള്ളതാണ്. ഇന്ന് ഒക്ടോബർ 7 പച്ചമാമ വത്തിക്കാൻ ഗാർഡനിൽ ആരാധിക്കപ്പെട്ട ദിവസമാണെന്ന്. ബാറ്റിൽ ഓഫ് ലെപ്പാൻഡോയിലെ തുർക്കി സൈന്യത്തിനെതിരെ ക്രിസ്തീയ സൈന്യം വിജയം വരിച്ചുകൊണ്ടാണ് യൂറോപ്പ് ക്രിസ്തീയമായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ചൊല്ലിയത് ഒക്ടോബർ 7 ജപമാല. ആ ജപമാലയുടെ വിജയമാതാവിൻ്റെ ദിവസം തന്നെയാണ് അച്ഛന്മാരും കന്യാസിമാരും
ഈ നഗ്നയായ സ്ത്രീയുടെ ഗർഭിണി പെണ്ണിൻ്റെ മുമ്പിൽ കമന്നടിച്ച് വീണത്. നമ്മളത് കണ്ടതാണ് വീഡിയോയിൽ. ഞാൻ വിശദീകരണം ആവശ്യമൊന്നുമില്ല. അപ്പം അത് ഒക്ടോബർ 7 തന്നെ അത് വന്നു എന്നുള്ളതാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കാമെന്ന് ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മുതുകത്തോട് കയറിയിട്ടൊരു 10,000 ആൾക്കാർ കർത്താവിനെ കണ്ടിട്ടുണ്ട്. അതുങ്ങളൊക്കെ ചാടി താഴെ വീണ് നടപടി ഞാൻ സാധ്യതയുണ്ട്. അപ്പോൾ സഭയ്ക്ക് ഉതപ്പുണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ സങ്കടം മാറിയിട്ടില്ല. കാരണം ഒക്ടോബർ 7 പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് സഭയിൽ. അന്നാണ് ഈ സ്ത്രീ കയറി വരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ എന്തെല്ലാം ഇങ്ങനെ വിശദീകരിച്ചാലും ഒക്കെ എവിടെയൊക്കെ എന്തൊക്കെ നമുക്ക് ബാധ്യത വരും. ശരിക്കും സഭയോട് അനുസരണവും വിശ്വാസവും സ്നേഹവും ഉള്ളവൻ ആ പ്രതിബദ്ധതയോടുകൂടി നിൽക്കുകയും നിശബ്ദമായ കണ്ണീരിടുകയും ചെയ്യുമെന്നല്ലാതെ സഭയെ ഒന്നും പറയത്തില്ല. പക്ഷേ വ്യക്തിപരമായി കണ്ണുനീരിടും. എന്താ കാര്യം? അത് അമ്മമാതാവിൻ്റെ ദിവസമാണല്ല. അവിടുന്ന് അമ്മമാതാവിനെക്കുറിച്ച് ഒരു ദിവസം ഒരു വാക്ക് പറയേണ്ട ദിവസമായിരുന്നല്ലോ. അതൊന്നും ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടം മാറിയിട്ടില്ല. അത് അമ്മമാതാവിനെക്കുറിച്ച് വാക്ക് പറയേണ്ട ഒരു ദിവസമായിരുന്നല്ലോ. നമ്മൾ കൊതിയോടെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അത് അച്ഛന്മാരും സിസ്റ്റേഴ്സും കമന്നടിച്ച് വീണത് ആ കാഴ്ച ഒന്ന് കാണണം. എന്താണ് അവർ ചെയ്തത്? ചില സമയത്ത് ലജ്ജ തോന്നും സുവിശേഷത്തെക്കുറിച്ച്. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്, സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് നീ തന്നെയാണ്. അത് ഞങ്ങൾ വേറെ വല്ല ഈശോ തുടങ്ങണോ, വേറെ വല്ല വാദവും ഉയർത്തണോ, കാലഘട്ടത്തിന് സഭയെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി വേറെ വല്ല മാസ്മരിക ഇന്ദ്രജാലവും കാണിക്കണോ എന്നൊക്കെ സ്വാഭാവികമായി മനുഷ്യന് പ്രലോഭനം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വിശുദ്ധ യോഹന്നാൻ മാന്താനൊക്കെ ഉണ്ടായതാണത്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടായതാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. കാരണം എന്താണത്? വിളിക്കപ്പെട്ടവർക്ക് അതാണ് സംഭവം. വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയിലേക്ക് നയിക്കുന്ന, റോമാ 1:16 രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്ക് അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. സുവിശേഷം എന്താണ്? ശക്തിയാണ്. എങ്ങോട്ട് നയിക്കും? രക്ഷയിലേക്ക്, ക്രിസ്തുവിലേക്ക്. ഞാൻ എന്തായത് പറയണമെന്നറിയാവോ? കൊന്ത ഒരു സുവിശേഷമാണ്, ജപമാല ഒരു സുവിശേഷമാണ്. എത്ര കർത്താവിൻ്റെ 4 ദിവരഹസ്യങ്ങൾ അടങ്ങുന്ന, പ്രകാശത്തിൻ്റെ ദിവസങ്ങൾ ഉൾപ്പെടെ 4 ദിവസങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ രക്ഷാകര സംഭവങ്ങളെ ധ്യാനിക്കുന്ന 285 വചനങ്ങൾ സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന, അതാണ് സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു സുവിശേഷമാണ്. സുവിശേഷം എ ഗോസ്പൽ സെറ്റ് ഇൻറ്റു എ പ്രേയർ ഓഫ് മീഡിയേഷൻ. മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന രക്ഷാകര സുവിശേഷമാണ് ജപമാല. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ പറയുന്നതിനേക്കാളും പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലുതാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നമുക്കറിയുന്നതിനേക്കാളും വലുതാണിത്. ഇതൊക്കെ എന്താണ് വലുതെന്ന് അറിയണം. ഇത് വലിപ്പച്ചെറുപ്പം അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകണം. അതായത് ഒരു ഇഷ്യൂ നമുക്കൊരു പ്രത്യേകമായ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്കാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സഭയ്ക്ക് ലഭിക്കുന്നത് ജപമാല മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെയാണ്. ആ സംരക്ഷണം പോയാൽ ഊഹാലിൽ നിന്ന് അങ്ങനെ തന്നെ പ്ലെയിൽ എത്ര പ്ലെയിൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം റോമിൽ ഈ കൊറോണയും കൊണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കണില്ല. എനിക്ക് ഓർക്കുമ്പോൾ ഞെട്ടലാണ്. ഈ ഹൂഖാനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള മുഴുവൻ വിമാനങ്ങൾ എവിടെയാണ് പോയത്? ഇറ്റയിപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. 110 അച്ഛന്മാരാണ് മരിച്ചിരിക്കുന്നത്. ആര് സമാധാനം പറയും? If we lost the protection, it must be reback. നമുക്ക് ഈ ജപമാലയുടെ പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവരണം. പ്രാർത്ഥനയിലൂടെ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാതെ അതിന് പകരം വേണ്ടി ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളൊരു വാല്യൂ സിസ്റ്റം കൊണ്ടാണ് രക്ഷിക്കപ്പെടുന്നത്. ആർ വി സേവ്ഡ് ബൈ എ വാല്യൂ സിസ്റ്റം? പത്രോസ് എന്താ പറഞ്ഞത്? മറ്റൊരുവൻ രക്ഷയില്ല, മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി
നൽകപ്പെട്ടിരിക്കുന്നത് ഒരു മൂല്യസമ്പ്രദായം എന്നാണ് പറഞ്ഞത്. നോൺസെൻസ്. ഇതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. നടപടി 4:12 എന്താണ് വചനം? ഇപ്പം മിഷൻ കാലമാണ്. ഈ മിഷൻ കാലം നമ്മൾ സഭ ചിന്തിക്കുന്നത് എന്താണ്? മിഷനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. കർത്താവ് അവശേഷിപ്പിച്ചപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിവൃത്തിയാക്കാൻ വേണ്ടിയുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? വിശുദ്ധ പത്രോസ് പറഞ്ഞത് മറ്റൊരുവൻ രക്ഷയില്ല. നടപടി 4:12. മനുഷ്യരക്ഷ നൽകാൻ, മനുഷ്യരാശിക്ക് രക്ഷ നൽകാൻ എന്താണ്? ഒരു വാല്യൂ സിസ്റ്റമേ നൽകപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. കരുണയുടെ വാല്യൂ സിസ്റ്റം, ഫ്രട്ടേണിറ്റിയുടെ വാല്യൂ സിസ്റ്റം, സ്നേഹത്തിൻ്റെ വാല്യൂ സിസ്റ്റം, സത്യത്തിൻ്റെ വാല്യൂ സിസ്റ്റം. നോ, we are not served by a single value system. The name of Jesus must be proclaimed. കർത്താവിൻ്റെ നാമമാണ് നമുക്ക് നൽകിയത്, അല്ലെ സിസ്റ്റമല്ല നൽകിയത്. ഒരു സിസ്റ്റത്താൽ ആരും രക്ഷപ്പെടുന്നില്ല. കർത്താവിൻ്റെ നാമം, അവൻ്റെ വിളി, അവൻ്റെ പേര്, അവൻ്റെ പേരിലാണ് രക്ഷയിരിക്കുന്നത്. ഇത് എല്ലാ മനുഷ്യരും അറിയണം. അറിഞ്ഞ് ഈശോനെ സ്നേഹിക്കുകയല്ല, ഈശോനെ ആദ്യം വിശ്വസിക്കണം. ഈശോയിൽ വിശ്വസിക്കണം. അതിന് ഓപ്ഷനില്ല, പാരലില്ല, സമാന്തരങ്ങളില്ല. എന്താണ് ഈശോയിൽ വിശ്വസിക്കുന്നത്? എന്തിനാണ്? നിന്റെ നിത്യരക്ഷയ്ക്കാണ് നമ്മൾ ഈശോ എന്ന നാമത്തിൽ വിശ്വസിക്കുന്നത്. ഈ ഈശോ എന്ന നാമത്തിൽ വിശ്വസിക്കുമ്പോൾ, അതാണ് പൗലോസ് പറയണത്, നീതീകരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വളരുന്നുവെന്ന്. സഭ വളരേണ്ടത് എങ്ങോട്ടാണ്? അവബോധത്തിൽ നിന്ന് അവബോധത്തിലേക്കല്ല സഭ വളരേണ്ടത്. സഭ വളരേണ്ടത് കാലത്തിനൊപ്പിച്ച് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു ആശയ സമ്പ്രദായം രൂപപ്പെടുന്നതിലൂടെയല്ല സഭ വളരേണ്ടത്. സഭ വളരേണ്ടത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കാണ്. കാരണം നീതിമാൻ വിശ്വാസം മൂലമാണ് ജീവിക്കുന്നത്. നീതിമാൻ വിശ്വാസം മൂലമാണ് ജീവിക്കുന്നത്. പണ്ട് സാത്താൻ കർത്താവിനോട് പറഞ്ഞു, നീ ജീവിക്കണ്ടേ, നിനക്ക് ഇങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും വിശന്നും വലഞ്ഞും കുറഞ്ഞു നടന്നാൽ മതിയാ, ജീവിക്കണ്ടേ? കല്ലുകൾ അപ്പമാകാൻ കൽപ്പിക്കാൻ പറഞ്ഞു. ഇപ്പം കർത്താവ് പറഞ്ഞു ജീവിക്കണം. പക്ഷേ 10, 50 കൊല്ലം 60 കൊല്ലം 70 കൊല്ലം ജീവിച്ചാൽ പോരാ, നിത്യത വരെ ജീവിക്കണം മനുഷ്യൻ. 80 കൊല്ലം ജീവിച്ചാൽ പോരെന്ന് കർത്താവ് സാത്താനോട് പറഞ്ഞു. എന്താണ്? നിത്യത വരെ ജീവിക്കണമെന്ന് പറഞ്ഞു. നിത്യത വരെ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ ജീവിക്കും? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനങ്ങൾ കൊണ്ടാണ്. അപ്പം ജീവിക്കണം. എങ്ങനെ ജീവിക്കണം? വചനങ്ങൾ കൊണ്ട് ജീവിക്കണം. ആ വചനം കൊണ്ട് എങ്ങനെ ജീവിക്കും? അതാണ് സെൻബോൾ പറയണത് 1:16 വിശ്വസിക്കുന്നവന് സുവിശേഷത്തെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. വിശ്വസിക്കുന്നവന് അത് രക്ഷയിലേക്ക് നയിക്കുന്ന, യേശുക്രിസ്തുവിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ സുവിശേഷം എന്നാണ് 285 വചനങ്ങൾ ജപമാലയിലുള്ളത്. അത് ഒരു പ്രാവശ്യമല്ല പ്രാർത്ഥിക്കണത്. ഇവിടെ രാത്രിയും പകലും പ്രാർത്ഥിക്കുക. എന്തിനാണെന്നറിയാവോ? 3 കാര്യങ്ങൾ. കൊറോണ വിമുക്തമായ ഒരു ലോകം രൂപപ്പെട്ടു വരണം. സഭയുടെ മിഷൻ പരിശുദ്ധാത്മ ചൈതന്യം ശക്തിപ്പെടണം. സഭ ലോകത്തിൻ്റെ മുഴുവനും വിശ്വാസത്തിൻ്റെ പ്രത്യാശയായിട്ട് ഉയരണം. അല്ലാതെ എന്തെങ്കിലും ഗിമിക്കുകളിലൂടെ കാലിക പ്രസിദ്ധമായിട്ട് സഭയെ അപ്ഡേറ്റ് ആക്കാൻ ആരെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു വൃദ്ധാവ്യായാമമാണ്. കാര്യം നമുക്ക് വ്യക്തികളുടെ രക്ഷയാണ് നമുക്ക് ആവശ്യം. അതിനുവേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത്. അവൻ്റെ നഗ്നതയോടും അവൻ്റെ രക്തത്തോടും തിരുവിടാനും മുറിവിനോടും നമുക്ക് പ്രതികാരമുണ്ട്. അവസാനത്തുള്ളി ചോര വരെ നമ്മൾ സാത്താനോട് പൊരുതും. എങ്ങനെ പൊരുതും? വിശ്വസിച്ചുകൊണ്ട് പൊരുതും, പ്രത്യാശിച്ചുകൊണ്ട് പൊരുതും, ദൈവത്തെ സഹിച്ചുകൊണ്ട് പൊരുതും നമ്മൾ. അതുകൊണ്ട് എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് പറഞ്ഞത് എൻ്റെ നീതിമാൻ എന്നാണ് വിളിക്കണത്.
നമ്മൾ ഹെബ്രായർ 10:34 ചെല്ലുമ്പോൾ റോമ 1:17 നീതിമാൻ എന്നുള്ളത് ഹെബ്രായറിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ നീതിമാനാക്കും. എൻ്റെ നീതിമാൻ ദൈവം ഓൺ ചെയ്യാണ്. ദൈവം ഓൺ ചെയ്തില്ലെങ്കിൽ ഈ ലോകം നമ്മളെ ഓൺ ചെയ്തിട്ട് ആർക്ക് എന്തുണ്ടാക്കാനാണ്? അതുകൊണ്ടാണ് ഹെബ്രായർ 10:34 പറയുന്നത് എൻ്റെ നീതിമാൻ വിശ്വാസം പോലും ജീവിക്കും. നമ്മൾ ജയിക്കും. അമ്മയോടത്ത് പൊരുതി ജയിക്കും നമ്മളാണ്. ഞാനിത് പറയാൻ കരുതറിയോ, ഞാൻ ഇടവെച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയണത്, എനിക്ക് തോന്നി അവിടുന്ന് ഓടിക്കളയാൻ തോന്നി. എൻ്റെ സ്വന്തം ഇടവത്തിൽ തന്നെയാണ് എനിക്ക് അച്ഛൻ ശുശ്രൂഷ കിട്ടിയത്. അപ്പം നിനക്കറിയാമല്ലോ, ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടത്തില്ലെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കളസോട് നിക്കലോട്ട് നടന്ന സ്ഥലവും സ്കൂളും പള്ളിയൊക്കെ വേണ്ടി ഞാനവിടെ അസ്ഥേന്ത്യയായിട്ട് തന്നാൽ പോലും അതിനൊക്കെ ഒരു പരിധികളുണ്ട്. ഇപ്പം ഞാനിതിൽ നിന്ന് ഊരാൻ വേണ്ടി കുറേ ജവന്മാരെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ അമ്മ പറഞ്ഞ് നടക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് ചില ജവന്മാരുകൾ ചെല്ലുമ്പോഴേ അമ്മ അതിൻ്റെ അപേക്ഷ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്താൽ ഇപ്പോഴേക്ക് മനസ്സിലായി നമ്മൾ രക്ഷപ്പെട്ടെന്ന്. റിജക്റ്റ് ചെയ്യാൻ നമുക്ക് കാത്തിരിക്കുകയും എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഒന്ന് റിജക്റ്റ് ചെയ്ത് കിട്ടാൻ കാത്തിരിക്കുക. എന്താ പറയുമോ, ദൈവം അതിനൊക്കെ വലിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും. നമുക്കത് മനസ്സിലാക്കാനൊരു സാവകാശം വേണമെന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇടവ ചെന്നപ്പോൾ എന്താ പ്രശ്നം വെച്ചാലേ, ഒരു 11 മണി ആകുമ്പോൾ തന്നെ, രാവിലെ 11 ആകുമ്പോൾ തന്നെ പിള്ളേരൊക്കെ ചുമ്മാ ഇങ്ങനെ വീരായി നടക്കണ കാണാം. 6ാം ക്ലാസ്സുകാരൊക്കെ എന്താ എല്ലാവരും ഒരു 28 അറിയപ്പെടുന്ന മാറ്റ് കേന്ദ്രങ്ങളുണ്ട്. ചാരായം മാറ്റണ 28 അറിയപ്പെടുന്ന മാറ്റ് കേന്ദ്രങ്ങൾ. പിന്നെ വീട്ടുകാരൻ പുറത്ത് പോയി കുടിച്ച് കാശുകളായിരിക്കാൻ വേണ്ടി പെണ്ണുമ്പിള്ളമാരെ വീട്ടിൽ മാറ്റി കൊടുക്കണ അറിയപ്പെടാത്തത് വേറെയുണ്ട്. അപ്പോൾ പിള്ളേർ എന്താ ക്ലാസ്സിലൊക്കെ ചോറ് കൊണ്ടുവരുന്നത് പകരം ചാരായം കൊണ്ടുവരും. അപ്പോൾ ഇവന്മാരെല്ലാം ഈ കണക്കിൻ്റെ ക്ലാസ്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രഹസ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എല്ലാം ചോറ്റുപാത്രത്തിന് മൂടിയെടുത്ത് കുടിച്ചുകൊണ്ടിരിക്കും. ചാരായി 6ാം ക്ലാസ്സിൽ പിള്ളേർ കുടിച്ച. നിങ്ങളൊന്ന് ചിന്തിച്ചേക്കുക, ആ ഇടവകയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചേക്ക്. എന്നിട്ട് രസമുണ്ട്. ഞാൻ പള്ളി ഇരിക്കുമ്പോഴൊക്കെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ ചേട്ടന്മാരൊക്കെ പള്ളി വരും. പ്രാർത്ഥിക്കാനല്ലേ അച്ഛനത്തിന് പറയാൻ. ഇപ്പം വേറെ കുറച്ചുകൂടി മെച്ചായിട്ടുണ്ടായിടവക. അന്നതൊക്കെ ഇരുന്ന ഊരും കൊണ്ടൊക്കെ കിഴക്ക് തോടും ചാടിയൊക്കെ അച്ഛന്മാർ ഓടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാനവിടെ തന്നെ ചാർജെടുക്കാൻ കാരണം, ഒരു വയസ്സിന് അച്ഛനെ ഒരു മനുഷ്യൻ വെള്ളം അടിച്ച് അകത്ത് കയറി കസേരക്ക് തലക്കെട്ടടിച്ച് അച്ഛൻ്റെ തലയും പൊട്ടി. അച്ഛൻ അവിടുന്ന് ആശുപത്രിയിലായി. അവിടെ ഇരിക്കാൻ പറ്റാതെ കഴിച്ചപ്പോഴാണ് പിതാവ് എന്നെ പറഞ്ഞു വിട്ടു. ഞാൻ കൊച്ചച്ഛനാണ്, നാട്ടുകാരനല്ലേ, കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞു വിട്ടതാണ്. ഞാനും ചെന്നപ്പോൾ പെട്ടുപോയി അവിടെ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യും, അതെങ്ങനെ തുടങ്ങും, എങ്ങനെയാണിത്? ഈ കുടുംബ പ്രാർത്ഥന നടക്കണില്ലേ? പൊതിര അടിയാണ് കുടുംബത്തിലൊക്കെ എപ്പോഴും. തേറിയും അടിയും ബഹളമൊക്കെയാണ്. ഒരു കാലമായിരുന്നു 93, 94 കാലഘട്ടമാണ് ഈ പറയണം. അപ്പം ഞാൻ അനങ്ങിയില്ല. ഒരു പിടുത്തം കൊടുത്തില്ല ആൾക്കാർക്ക്. എല്ലാവരും കാണുമ്പോൾ ചിരിച്ചൊക്കെ കാണിക്കാത്തതേ ഉള്ളൂ. എന്താണെന്നറിയാമോ, 6 മാസം ജപമാല പ്രാർത്ഥിച്ച്. 6 മാസം. കാര്യം ഞാൻ നേരിട്ട് വെട്ടപ്പെട്ട വാദിപ്രതിയാകും. കാര്യം എനിക്ക് മുമ്പിരുന്ന സീനിയർ അച്ഛൻ ഒരു വാറ്റ് കേന്ദ്രത്തിന് ജനങ്ങളെ കൊണ്ടുപോയി വളഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാറ്റ് കേന്ദ്രം ആൾക്കാരെ കൊണ്ട് വളഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും പോയി വളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയെന്നറിയാവോ, ആ വാറ്റുകാരുടെ ബന്ധുക്കൾ തന്നെ ഈ അച്ഛൻ്റെ കൂടെയുള്ള ഇടവക്കാടെ കൂടിയിട്ട് അവർ ഈ ശരീരം അവിടെ പോക്കറ്റിലും അവിടെ ഇവിടെയും തുണിയുടെ മടക്കിലുമൊക്കെ കല്ല് കൊണ്ടുവന്നിട്ട് ഈ ഇടവക്കാരവിടെ വളയാനാണ് ചെന്നത്. പക്ഷേ ഈ മറ്റവർ വന്നപ്പോൾ ഈ പെരകട്ട് എറിഞ്ഞ്. ദൈവമേ, വിഷയം മാറിപ്പോയി. ഒരു മനുഷ്യൻ്റെ പേരൊക്കെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കേസ് ജാമ്യമില്ലല്ലോ. പിന്നെ അച്ഛന് ആൾക്കാരെ മൊത്തം കേസായി അവസാനം അത് ഒത്തുതീർപ്പിൽ വന്നപ്പോൾ 30,000 രൂപ പള്ളിയിൽ നിന്ന് വെച്ച് കൊടുത്ത് സ്തുതിയും പറഞ്ഞാണ് പിരിഞ്ഞത്. പാറ്റുകാരോട് സ്തുതിയും പറഞ്ഞു പോയി. ഇതാണ് വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിടക്കണ കാരണം ഞാൻ നേരിട്ട് തല കാണിക്കാൻ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാനോർത്ത് അമ്മയുടെ കയ്യിലൊരു പരിഹാരം ഉണ്ടാകുമല്ലോ. അപ്പം ഞാനെന്താ അത് മൊത്തം ഈ 6 മാസം
അമ്മയുടെ കയ്യിലുള്ള പരിഹാരം വരാൻ വേണ്ടി മൗനമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാം അങ്ങനെയാണ് മക്കളെ. നിങ്ങൾ ജപമാലയുടെ താപസന്മാരാകണം. ഇതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞിട്ട് വേറെ വല്ല ഭാഷ ആവാന്തര കൊണ്ടൊക്കെ കൊണ്ടു വെക്കണമെന്നുണ്ടല്ല, നിങ്ങളുടെ പരിപാടി തീരും. കാര്യം ഇത് അതിൻ്റെ അകത്തൊന്നും വചനങ്ങളില്ല, ദൈവവചനം വേണം. ഒരു പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന മനുഷ്യൻ്റെ വചനങ്ങളല്ല, ദൈവവചനങ്ങളാണ്. അത് രക്ഷയിലേക്ക് നയിക്കണം. ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവചനം. അത് മനുഷ്യൻ്റെ വചനത്തിൽ എങ്ങനെ ശക്തി ഉണ്ടാകണത്? അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഒരു 6 മാസത്തെ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോഴൊരു മനുഷ്യൻ വന്ന് ചുമ്മാ എന്നെ കണ്ട്. അങ്ങനെ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടാ, അത് ഞാൻ ഒരു മദ്യനിരോധന സമിതി സ്ഥാപിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഭയങ്കര വാറ്റും ബഹളവും അടിയൊക്കെ ഇല്ല അച്ഛാ, ഇവിടെ സമാധാനമില്ല, ഇടവക കുട്ടിച്ചേറായി കിടക്കണം. അപ്പം ഒരു മദ്യനിരോധന സമിതി ഇവിടെ സ്ഥാപിക്കാം. മദ്യവചന സമിതിയല്ല, ഈ മദ്യനിരോധന സമിതിക്കാരുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ അവർ ഷാപ്പിന് ചുറ്റും എപ്പോഴും സമരം നടത്തുക, അത് അടപ്പിക്കുക എന്നുള്ള പരിപാടിയാണ്. അത് നിരോധിക്കുകയാണ്, മദ്യസ്ഥാപനങ്ങൾ നിരോധിക്കുകയാണ്. മൻമഥൻ സാറിൻ്റെ ശൈലിയാണത്. അപ്പം അങ്ങനെയുടെ കീഴിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇടവകക്കാരനാണ്, ഞാനിപ്പോൾ ചേട്ടൻ്റെ കൂടെ ഫ്രണ്ടിൽ ഞാൻ വരത്തില്ല, പക്ഷേ ചേട്ടന് ആവശ്യമായ കാശോ സപ്പോർട്ടോ എല്ലാം ഞാൻ തരാം. ചേട്ടൻ എല്ലായിടത്തും മൗനമായിട്ട് ഒരു 3-4 യൂണിറ്റ് സ്ഥാപിച്ചോന്ന് പറഞ്ഞു. 3-4 യൂണിറ്റൊക്കെ ചേട്ടൻ സ്ഥാപിച്ചു. അത് പള്ളത്തോട് വലിയ ഇടവകയാണ്. ഒരു 4 യൂണിറ്റ് സ്ഥാപിച്ച് അത്രയും ആളായി. അതിനുശേഷം സമരങ്ങൾ, ആദ്യം നേരിട്ട് സമരങ്ങളൊന്നുമില്ല, റാലികൾ, സെമിനാറുകൾ, വർക്ക്ഷോപ്പുകൾ, മദ്യത്തിൻ്റെ ഭവിഷ്യത്തുകൾ, ദുരന്തഫലങ്ങൾ, ഇങ്ങനെയൊക്കെ ഓരോരോ ചർച്ചകൾ, സെമിനാറുകളൊക്കെ, മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെ പോയി ജനങ്ങൾ ഒരു 3/4 കൊല്ലത്തോളം ഇതുപോലെ ചർച്ച സെമിനാർ പോയപ്പോൾ ജനങ്ങൾക്ക് വിറഞ്ഞ് അവർ തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ വാറ്റ് കേന്ദ്രങ്ങളിലൊക്കെ വീടുകളിലൊക്കെ പോയി കോട പിടിക്കാനും സമരം ചെയ്യാനും ഒക്കെ തുടങ്ങി. പക്ഷെ അത് വ്യവസ്ഥാപിതമായ ഒരു ടീമിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ സപ്പോർട്ട് കൊണ്ട് ചെയ്യേണ്ട സമരമാണ്. അങ്ങനെ ഒരു 3 മാസം കൊണ്ട് 28 കേന്ദ്രങ്ങൾ അടച്ച്. 28 കേന്ദ്രങ്ങളാണ്. 28 കേന്ദ്രങ്ങൾ അടക്കണമെങ്കിൽ 30 വർഷം അവിടെ ഇരുന്ന് അടക്കാൻ പറ്റത്തില്ല. കാര്യം അവരുടെ സ്വാധീനം അതാണ്, പണം അതാണ്, അവരെന്തിനും തയ്യാറായിട്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞാനിങ്ങനെ പിടികൊടുക്കാതെ തന്നെ എല്ലാത്തിൻ്റെ കൂടെ ഉണ്ട്. എല്ലാ യൂണിറ്റൊക്കെ ഉദ്ഘാടനം ചെയ്യും, റാലിക്ക് പങ്കെടുക്കും, റാലി പ്രസംഗിക്കും, അങ്ങനെ പോവുകയും അവസാനം ഈ സാധനം എല്ലാം ജനം തന്നെ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് അച്ഛാ, ഇത് വെറുതെ ഒരു കള്ളപ്പണിയായി പോയെന്ന് പറഞ്ഞു. നമ്മൾ എന്തിങ്ങനെ പറയണേ, എന്ത് കഷ്ടപ്പെടാൻ നമ്മൾ തരം ചെയ്തത്? അതല്ലച്ചാ പ്രശ്നം. ഈ ആൾക്കാരെല്ലാം കൂടി ചാപ്പക്കടി അവിടെ വലിയ സ്കൂള് പോലും സാധനം കെട്ടിയിട്ടുണ്ട്. ഈ ഇവിടെ അടച്ച വാറ്റുകാരെല്ലാം കൂടി അവിടെ പോയി കുടിക്കണം എന്ന് പറഞ്ഞു. കാര്യം അതെനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃപാസനത്തിൻ്റെ 2 നീളം വീതിയുള്ള വലിയൊരു ചാപ്പറയുടെ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലായിടത്തും അടച്ചു കഴിഞ്ഞപ്പോൾ ഈ ചന്തക്കടപ്പുറത്ത് മീൻ വിൽക്കാൻ വേണ്ടി ഇറങ്ങുന്ന വള്ളക്കാരും അന്യനാട്ടുകാരും ഇവിടുത്തെ നാട്ടുകാരും എല്ലാം അവിടെ പോയി കയറി ഇറങ്ങി കുടിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ചെയ്ത കൊണ്ട് ഒരു പ്രയോജനമില്ല. പക്ഷേ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവർ എടുത്ത് നമ്മൾ ഉടുത്തുകളെ അത്തരം പാർട്ടിയാണ്. അവരുടെ സപ്പോർട്ട് പൈസ ഉണ്ടവർക്ക്, പിന്നെ എന്തിനും തയ്യാറാണ്. അവർ എക്സൈസുകാർക്ക് ഇമ്പളം കൊടുക്കുന്നുണ്ട്, പോലീസുകാർക്ക് കോഴ കൊടുക്കുന്നുണ്ടെന്നൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഞാൻ കൈ നിന്നിട്ട് പറയണമല്ല. അപ്പോൾ എല്ലാ തരത്തിലും അവർ എക്വിപ്ഡാണ്, അവരെ തൊടാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഈ ആൾക്കാരെ കൊണ്ട് കഴിഞ്ഞാൽ പണ്ടത്തെ അനുഭവങ്ങൾ വരത്തില്ലേ? അപ്പോൾ ഞാൻ നിസ്സഹായം നിന്ന്, അത് കാര്യം ശരിയാണ് താനും. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ സംഗതി കുഴപ്പത്തിലായില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ ഒരു ധൈര്യം തന്നു. അതായത് ആരെയും കൊണ്ടുപോകണ്ട, നിൻ്റെ കയ്യിലിരിക്കണ എന്താണ്. ഞാൻ ജപമാലയെ വിളിക്കണം, ജപമാല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിളിക്കണതാണ്. ഞാനിതിനെ വെപ്പണം തന്നെ വിളിക്കണം, വെപ്പണാണ്. അപ്പോൾ ഞാൻ വെപ്പണെടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും വരണ്ട. എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പ്രശ്നങ്ങളുണ്ട്, ചിലപ്പോൾ അകത്തെടുക്കുന്നുള്ളതെന്ന് പറയും.
ഞാൻ കുഴപ്പമില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പണി ചെയ്യും. അതായത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുമ്പോൾ ഈ പഴയ നിയമത്തിൽ ഇത് എപ്പോഴും എനിക്ക് ആന്തരികമായൊരു അഭിഷേകം കിട്ടും. പഴയ നിയമത്തിൽ ദൈവജനം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിലൊന്നാണ് ജെറീക്കോ പ്രാർത്ഥന. അപ്പം അവർ ജെറീക്കോ പട്ടണത്തിൻ്റെ ചുറ്റും ജെറീക്കോയുടെ ശക്തന്മാരല്ലേ അവർ. അപ്പം അവരെ കീഴടക്കാൻ വേണ്ടി പാടാണ്. അത് കാരണം മോസസ് വാഗ്ദാന പേടകവും കൊണ്ട് പ്രാർത്ഥിച്ച് 7 പ്രാവശ്യം ഇതിന് ചുറ്റും നടക്കുന്നുണ്ട്, പ്രാർത്ഥന മാത്രം. അപ്പോൾ ചില കാര്യങ്ങൾക്ക് പ്രാർത്ഥന മാത്രം മതി. കാര്യം വേറെ ഒന്നും കൊണ്ടിവിടെ കാര്യമില്ല. കാര്യം അതിനേക്കാളെല്ലാം ഉപരി പ്രാർത്ഥന തന്നെയാണ് വേണ്ടത്. അപ്പം ഞാനുടനെ എനിക്ക് തോന്നി നേരെ എൻ്റെ പള്ളി മേടയിൽ നിന്ന് നേരെ ഒരു ജപമാലയും ചൊല്ലി. അപ്പോൾ സന്ധ്യയായി, ഇതുപോലെ സമയമായി. ഞാൻ ഇരട്ടത്തൂടെ പോയാണ്. നേരെ പള്ളിയുടെ കടലോരത്തിൽ നിന്ന്, അത് കടലോരത്ത് ആ പള്ളി, ആ പള്ളിയുടെ സീവാളുണ്ട്, അതിൻ്റെ പടിഞ്ഞാറ് വശം വരെ സീവാൾ കയറി കടലിൻ്റെ അരികിൽ ചെന്ന് അപ്പോൾ ഒരു ജപമാല തീർന്ന്. ഇനി ഈ ഷാപ്പിൽ ചെല്ലുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നേരെ 2 ജപമാല ചൊല്ലി 2 കിലോമീറ്റർ ഉണ്ട് ചാപ്പക്കടലിൽ. അവിടെ 2 ജപമാല ചൊല്ലി അപ്പോൾ ഒരു മണി 8-7:30 കടലിൽ ചെന്ന് കടലറ്റത്ത്. അവിടെ നിന്ന് നേരെ കിഴക്കോട്ടാണ് ഒരു ജപമാല, 4ാമത്തെ ജപമാല. 4ാമത്തെ ജപമാല ഞാൻ ചെല്ലുമ്പോൾ തീരുമ്പോൾ ഞാൻ ഷാപ്പിൻ്റെ അകത്തായിരിക്കുമ്പോൾ തന്നെ 100-200 പേരുണ്ട് ഇവിടുന്ന് കുടിക്കണേ. അപ്പം ഞാനെടുത്ത് അവിടെ നിന്ന് ഒന്ന് ഒരു ഭാവ വ്യത്യാസം കാണിച്ചില്ല. എന്നെ കണ്ടിട്ട് ചിലരെഴുന്നേറ്റ് കാര്യം വെള്ളയിലല്ല അതിൽ. അത് ചെയ്യണ എൻ്റെ ഓണറിന് ഒരു ചെടുത്തിയാണ്. ഞാൻ ചെടുത്ത് അടുക്കളയിൽ ചെന്നിട്ട് അത് വാറ്റണ സ്ഥലത്ത് ചെടുത്തി ഞാൻ വന്നത് എന്താണെന്നറിയോ? ഇപ്പം നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടുന്ന് കുടിച്ചിട്ട് പുറത്തു പോയി രാത്രി ഭർത്താവും ഭാര്യയൊക്കെ ഭയങ്കര അടിയാണ്. കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലെന്നല്ല, പിള്ളേർക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ചേർത്ത് ഇത് ഇപ്പോൾ ഒത്തിരി പൈസ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, നമ്മുടെ നാട് കുട്ടിച്ചോറായിപ്പോയി. ഇതുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥത ഞാൻ പറയുകയാണ്, ഇത് അടക്കണമെന്ന് പറഞ്ഞു. വളരെ ശാന്തമായിട്ടാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങളീ പറഞ്ഞ പോലെ ഒത്തിരി ബഹളമൊന്നും ഉണ്ടാക്കേണ്ട ഒരു കഥയുമില്ലേ. അപ്പം ചേർത്തി അതിനേക്കാൾ സൗമ്യവും ശാന്തമായിട്ട് പറഞ്ഞു, അച്ഛാ ഇപ്പം അച്ഛൻ വന്നത് നന്നായി, ഇപ്പം ഞാൻ അടക്കാൻ പോകണമെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, ഒരു 8 ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഐസി പോയി. കാര്യം ഞാനടുത്ത് ഇപ്പം അടക്കുമെന്ന് മണ്ടൻ. അച്ഛൻ വന്നത് നന്നായി, ഞാൻ ഇപ്പം അടക്കാൻ പോയി. അപ്പോൾ എനിക്കൊരു 8 ലക്ഷം രൂപ കടമുണ്ട്, അതിങ്ങനെ തന്നേക്കാൻ പറഞ്ഞു. തന്നെ ഇപ്പം അടക്കുമെന്ന്. ഞാൻ പറഞ്ഞു 8 ലക്ഷം രൂപ പോയിട്ട് ഒരു 80 പൈസ പോലും എൻ്റെ കയ്യിൽ, എന്നാൽ പോയി പണം നോക്കാൻ വെച്ചാന്ന് പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു. ഞാൻ അതിൻ്റെ അകത്ത് അവരോട് പറയണമെന്ന ഒന്നുമില്ല. അതുപോലെ ശാന്തമായി കരപ്പുറം നടന്ന് കൊന്തയും ചൊല്ലി മേടയിലെത്തി. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്കിതിൻ്റെ പങ്കില്ല, ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നിനക്ക് വേണ്ടി പോയി പറഞ്ഞിട്ടുണ്ട്, 4 ജപമാലയും ചൊല്ലി പറഞ്ഞിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, ഇനി ഇപ്പം നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ച് കിടന്ന് തുടങ്ങി. 2 മണിയായപ്പോൾ ഇരുമ്പ് പടിക്ക് എൻ്റെ മേടെടുത്ത് ആരുടെ മുട്ടണം. അപ്പോൾ ഇനി ഓർത്ത് അവിടെ പോയതിൻ്റെ പേരിൽ അവർ തല്ലാമെന്നായിരിക്കും. അപ്പോൾ അവിടെ തല്ലണമൊക്കെ പഞ്ഞൊന്നുമില്ല, ഇതൊരു സ്ഥലമാണ്. അപ്പം അക്കാലങ്ങളിൽ ഇപ്പം കാലം ഒക്കെ മാറിപ്പോയില്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള ആൾ പേര് പറഞ്ഞ് അപ്പോൾ എനിക്ക് സമാധാനമായി. തല്ല് കൊണ്ടാലും പരിചയമുള്ളവന് തല്ലാനുള്ള കൊള്ളണമെന്ന് ഞാൻ തുറന്നപ്പോൾ അച്ഛൻ അവിടെ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല. അപ്പോൾ എനിക്ക് പേടിയായി. കാര്യം വല്ല കേസ് വായിക്കാണോ, കള്ള കേസൊക്കെ ഉണ്ടാകുമോ. ഞാൻ എന്ത് ചെയ്ത്? ഞാൻ ചെയ്തില്ല. ഞാൻ അവരോട് സൗമ്യമായിട്ട് ഇത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇയാൾ പറയണേ നല്ല പറച്ചിലായി. എന്താ അച്ഛൻ പോകുന്ന പുറകെ അവിടെ ആട്ടി തുടങ്ങിയെന്ന്. ആട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാരൻ അവിടെ നന്മറിഞ്ഞു പറയും ചെയ്ത് സ്വന്തം പ്രാർത്ഥന. അവർക്ക് എപ്പോഴും പ്രാർത്ഥന ഇവിടെ അവിടെ പ്രാർത്ഥനയാണ്, ഒരു പ്രശ്നവും ഇല്ല. അന്ന് അവർക്ക് എന്താ തോന്നി, ഇത് എനിക്ക് ഞങ്ങൾക്ക് അവിടുത്തെ തെറി കാരണം ഷാപ്പിലെ തെറി കാരണം പ്രാർത്ഥിക്കാൻ പറ്റണില്ല എന്ന് തോന്നി. അവർ ഇവരോട് ചോദിക്കാൻ ചെന്നു സന്ധ്യക്ക്. ഇപ്പം ഞാൻ ചെന്ന കാര്യമൊന്നും അവരറിയണില്ല. ചോദിക്കാൻ ചെന്നവരോട് ഇവരുടെയൊക്കെ എന്നൊക്കെ പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ്. ചുറ്റോടി കിടക്കണവരെല്ലാം സഹായം മേടിച്ചിട്ടുള്ളവരാണ് ഇവരുടെ. അപ്പം മിണ്ടാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ ആദ്യമായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവരിവരുടെ കഴുത്തേക്ക് കയറി. പിന്നെ അവരിങ്ങോട്ട് സംസാരിച്ച്.
പിന്നെ അവരെ പിടിച്ച് ഉന്തി അവരിപ്പോഴത്തെ തള്ളി പോതിരടിയായി. ആൾക്കാർ 2 സെറ്റ് അടിയായി. അടിയായി ഈ പറഞ്ഞ ആൾക്കാരടിയുണ്ട്. ഇപ്പം ചില ആൾക്കാർക്ക് ഈ നാട്ടിൽ നിന്ന് കളയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടേ. അപ്പം അവർ ഓടി രാത്രി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അപ്പം തന്നെ കാര്യമൊക്കെ മനസ്സിലായി. അമ്മ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. അമ്മ ബാറ്റ് ലെവൽ എപ്പായാലും ഇടപെട്ട പാർട്ടിയാണ്. കാര്യം അപ്പായുടെ സ്വപ്നം മുഴുവൻ അമ്മയുടെ കായലാണ് ഇരിക്കണേ. എനിക്കൊരു മകളൊരു കാലത്ത് ജനിക്കുന്നുണ്ട്, പെടി ഞാൻ എടുക്കുന്ന അപ്പൻ സാത്താനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സാത്താനെ തലയെടുക്കാൻ വേണ്ടി ജനിപ്പിച്ച അവതാരമാണ്. അപ്പം അപ്പൻ അമ്മയെ വിട്ടിരിക്കാൻ നിൽക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ദുഷ്ടപരിപാടികളെല്ലാം അമ്മ ഒതുക്കുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. കുറേ അനുഭവങ്ങളുള്ള കാരണം ഞാൻ അമ്മയോട് അത്രേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ജോമാനം ചെയ്തുകൊണ്ട് ഇരുന്ന് ഇപ്പം ഇവർ വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല, നിങ്ങളിപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക. നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, പരാതി കൊടുക്കുക. അപ്പോൾ പോലീസ് ഞാൻ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട്, പരാതിക്കാരും അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കേസാക്കി കളഞ്ഞ്. ആര് അടി കൊണ്ടവരെ കേസാക്കി. ഇവർക്ക് ബദലായിട്ടുള്ള എതിരായുള്ള കേസ് ഇവർ കേസ് കൊടുക്കാൻ അതിൻ്റെ ഉടമസ്ഥർ കേസ് കൊടുക്കാൻ ഞാനിപ്പോൾ നേരം വെളുത്ത് പോയി. അപ്പോൾ ആദ്യത്തെ കേസ് രാത്രി 3 മണിക്കാ മറ്റോ രജിസ്റ്റർ ചെയ്ത് കിടപ്പുണ്ട്. അപ്പോൾ അവർ ആണ് വാദികൾ, ഇവർ പ്രതിയായപ്പോഴും. അതോടുകൂടി ഞാൻ കുർബാനയും കഴിഞ്ഞിട്ട് കൊന്തയെടുത്ത് നേരെ ഞാൻ പറഞ്ഞു, നിങ്ങളെ കേസ് കൊടുത്തിട്ട് കറക്റ്റ് സ്ഥലത്ത് വരണം. ഞാൻ രാവിലെ കുർബാനയും കഴിഞ്ഞ് അവിടെ വരുമെന്ന് പറഞ്ഞ് ഞാൻ കുർബാനയും കൊണ്ട് അവിടെ ചെന്നപ്പോൾ തല്ലുകൊണ്ട് ആൾക്കാരെല്ലാം കൂടി ഒരു ബെറ്റാണ്. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഈ ഷാപ്പിന് 4 മൂലക്ക് ഇരുന്നോളാൻ പറഞ്ഞ്. 4 ഗേറ്റാണുള്ളത്. 4 ഗേറ്റിലും ഉപരോധം. 41 ദിവസം ഉപരോധം നടത്തി. 40-ാം ദിവസം അവരവിടുന്ന് കച്ചവടം മതിയാക്കി ഇറങ്ങി വേറെ സ്ഥലത്ത് പോയി ചായ കച്ചവടം ഇട്ട് സംഭവം ക്ലോസ് ചെയ്ത്. ഞാൻ പറയാൻ കാര്യം എന്നറിയാമോ, നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതിജീവനം അമ്മയോടൊപ്പം. അത് എന്ത് തരത്തിൽ നിൻ്റെ കുടുംബജീവിതമോ, നീ കൈകാര്യം ചെയ്യുന്ന ഫാക്ടറിയോ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനമോ, നിൻ്റെ വിദ്യാഭ്യാസമോ, നിൻ്റെ ജോലിയിടമോ, നിൻ്റെ തൊഴിലിടമോ, എന്ത് സംഭവമായാലും എൻ്റെ ദൈവത്തിലെ നീ ഒരു വിശ്വാസിയാണെങ്കിൽ പതറേണ്ട ഒരാവശ്യമില്ല. ഈ സ്വർഗീയ ആയുധം നിൻ്റെ കയ്യിലുണ്ടായാൽ മതി. പക്ഷേ അച്ഛൻ പറയുന്ന പോലെയുള്ള ഒരു നിലവാരമുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മളെല്ലാത്തിനും ജയിക്കും. നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞാൽ പാട്ട് കറക്റ്റാണ്. സൈന്യാധിപയുടെ കൂടെയുള്ള ഒരു സൈനിക മുന്നേറ്റമാണ്. തിന്മയുടെ ശക്തിക്കെതിരെയുള്ള സഭയുടെ സംരക്ഷണത്തിന്, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പുതിയ കാലവിടെ രൂപപ്പെട്ടു വരാൻ വേണ്ടിയുള്ള അമ്മയോടത്തുള്ള ഒരു യുദ്ധമാണിത്. ഇത് ജയിക്കേണ്ട കാലമാണ്. ഇന്ന് 7-ാം തീയതി, നാളെ 8-ാം തീയതി. ഒരിക്കലും ഒരു ജപമാല നിങ്ങൾക്ക് മുടങ്ങരുത്, ഒന്നിനും നിങ്ങൾ പങ്കെടുക്കാതിരിക്കരുത്. അതീവ ശക്തിയോടുകൂടി ജപമാല ധ്യാനങ്ങളെല്ലാം കേട്ട്, ജപമാല വചനങ്ങളെല്ലാം കേട്ട്, ജപമാല പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ച് നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുക. പരിശുദ്ധ അമ്മ നിന്റെ കൈ പിടിച്ചിട്ടുണ്ട്.